എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് പാൽക്കപ്പ തയ്യാറാക്കാം. അതിനായി കപ്പ ക്ലീൻ ചെയ്ത് നാരൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3/4 കിലോയാണുള്ളത്. ഇതിനെ നന്നായി വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. മീഡിയത്തിൽ നിന്ന് അല്പം കൂടി കൂട്ടിയാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. കപ്പ ഇവിടെ കുക്കായിട്ടുണ്ട്. ഇതിൽ നിന്നും വെള്ളം ഊറ്റി മാറ്റാം. ഒരു പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് കുറച്ചൊന്ന് ഉടച്ചെടുക്കാം. കപ്പ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 10 ചുമന്നുള്ളിയും കൂടി ചതച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അല്പം കൂടി ഉപ്പ് ചേർക്കാം. കപ്പ കുറച്ചുകൂടി വെന്ത് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 കപ്പ് ഒന്നാം പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂട് മാറുമ്പോഴേക്കും അല്പം കൂടി കുറുകി വരും. ഇനി താളിച്ച് ചേർക്കാനുണ്ട്. ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ചുമന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.